ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലെ എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം ഇന്നത്തെ വീഡിയോയിലൂടെ. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി പൂക്കോട് വയനാട്. ഈ ഒരു ഫ്രണ്ടിലൂടെയാണ് നമുക്ക് എന്നൂര് പൈതൃക ഗ്രാമത്തിലേക്കുള്ള എൻട്രി വരുന്നത്. നമുക്ക് എന്തായാലും ഇതിലെ ടിക്കറ്റ് എടുത്തതിന് ശേഷം പോയി നോക്കാം. കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായി തന്നെ വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട് കാണാം. അവിടെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടറും ഉള്ളത്. 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ഫീസ് വരുന്നത്. കൂടാതെ ജീപ്പ് സഫാരിയും ഉണ്ട്. ജീപ്പ് സഫാരി പെർ ഹെഡ് 40 രൂപയാണ് വരുന്നത്. കൗണ്ടറിൽ നിന്നും ഏകദേശം 2-2.5 കിലോമീറ്റർ അപ്പുറമാണ് ഈ ഒരു എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമം വയനാട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കവാടത്തിനുള്ളിലേക്ക് നമുക്ക് കയറി അടുത്ത വിശേഷങ്ങൾ കണ്ടു നോക്കാം. എന്നൂരിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് എല്ലാം ഒരു ഫ്ലക്സ് ബോർഡിൽ വളരെ വൃത്തിയായി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സ്ഥലത്തും എത്തിപ്പെടാൻ വളരെ എളുപ്പമാണ്. കൂടാതെ 1.5 മണിക്കൂർ നടന്ന് കാണാനുള്ളതെല്ലാം തന്നെ ഇവിടെയുണ്ട്. കൊച്ചുകുട്ടികൾക്കുള്ള പാർക്കാണ് ഈ കാണുന്നത്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഫീസിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്തായാലും എന്നൂരിലെ അടുത്ത സ്പോട്ടിലേക്ക് പോയി നോക്കാം. ട്രൈബൽസിന്റെ ഒരു ഷോപ്പാണിത്. ഇവിടെ മെയിനായും ട്രൈബൽസിന്റെ ടെക്സ്റ്റൈൽസും ജ്വല്ലറിയും പെയിന്റിംഗ് വർക്കുകളുമൊക്കെയാണ് ഇവിടെ ഉള്ളത്. എന്നൂരിലെ ഒരു കൊച്ചു ടീ ഷോപ്പാണ് ഈ കാണുന്നത്. ടീ മാത്രമല്ല, കോഫിയും ഐസ്ക്രീമും കേക്കും എല്ലാം ഉണ്ട് ഇവിടെ. എന്തായാലും ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് എന്നൂരിലെ മുഴുവൻ കാഴ്ചകളും കാണാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ഒരു ഷോപ്പ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് സ്പെഷ്യൽ ട്രൈബൽ മെഡിസിൻസ് പരിചയപ്പെടാം. നമുക്ക് ഇവിടെ തന്നെ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അത് എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമത്തിലാണ്. പച്ചമരുന്നാണ്, ട്രൈബൽ മെഡിസിനാണ്. ദ്രാവിഡ ആദിവാസി ചികിത്സാ സെന്റർ എന്നാണ് പേര്. ഇത് നമ്മൾ ഈ മുടിയൊഴിച്ചിലും താരനൊന്നും ഉണ്ടാവില്ല, മുടി വളരാൻ ഉപയോഗിക്കുന്ന തന്നെയാണ്. ഏകദേശം തേച്ച് തുടങ്ങി 1 മാസം 1.5 മാസം കൊണ്ട് തന്നെ അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ വരും. പിന്നെ ഇത് നമ്മൾ ഈ കൈകാല് വേന, മുട്ടുവേന, ശരീരവേന, ഉരവേന, തേയ്മാനം, അതേപോലത്തെ അസുഖത്തിനുള്ള വെരിക്കോസിനുള്ളുണ്ട്, മൈഗ്രെയിൻ്റെ ഉണ്ട്, ഗ്യാസ് ട്രബിള്, കൈകാൽ തരിപ്പ്, പിന്നെ നമ്മളെ സൗന്ദര്യപ്പൊടി, അത് നമ്മൾ ഈ മുഖത്ത് വരുന്ന മുഖക്കുരു, കറുത്ത പാടുകൾ, അതൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ ശോധനയ്ക്ക് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു വെള്ളപ്പോക്ക് എന്ന് പറയുന്ന അസുഖത്തിനുണ്ട്, ശരീരത്തിൽ നീരനുണ്ട്, യൂറിക് ആസിഡ് ഉണ്ട്, പിന്നെ പ്രഷർ, വയറുവേദന, പീരീഡ്സ് പെയിനുള്ള, പിന്നെ വാതകഷായം. ഇനി നമുക്ക് കുറിച്യ ഗോത്ര തനത് അമ്പെയ്ത്ത് കേന്ദ്രം പരിചയപ്പെടാം. 30 രൂപയാണ് ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. കൂടാതെ സമ്മാനങ്ങളുമുണ്ട്. ചേട്ടൻ പറഞ്ഞോളൂ. ഒന്നുകൂടി ഓക്കെ. എന്തായാലും ഇവിടെ വരുന്ന സഞ്ചാരികൾക്കെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയാണിത്. നമ്മൾ അങ്ങനെ എന്നൂരിലെ ഏറ്റവും അട്രാക്റ്റീവായ ആദിവാസി കോളനിയിൽ എത്തിയിരിക്കുകയാണ്. ആദിവാസി കോളനി എന്ന് പറയുമ്പോൾ പഴയ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കും വിധം റീക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവയെല്ലാം മൊത്തത്തിൽ കാണുമ്പോൾ ഒരുപോലുണ്ടെങ്കിലും ഇവയ്ക്കുള്ളിൽ കയറുമ്പോഴുള്ള കാഴ്ചകൾ അത് വളരെ വ്യത്യസ്തമാണ്. നമുക്ക് എന്തായാലും ഉള്ളിലെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. നമ്മൾ ആദ്യമായി കാണാൻ പോകുന്നത് ട്രൈബൽസിന്റെ ആഭരണ പൈതൃകമാണ്. നമുക്ക് കയറി കണ്ടു നോക്കാം. ട്രൈബൽസിൻ്റെതായ ഒരുപാട് വ്യത്യസ്തമാർന്ന ആഭരണങ്ങളാണ് ഈ ഒരു
ചുവരിലായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. സമയപരിമിതി മൂലമാണ് ഓരോന്നും എടുത്ത് ഞാൻ പറയാത്തത്. എന്തായാലും താല്പര്യമുള്ളവർക്ക് വീഡിയോ തുടർന്ന് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ടതൊക്കെയാണ് എന്നൂര് ഗോത്ര പൈതൃക വില്ലേജിലെ വിശേഷങ്ങൾ. ഈ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.